നമസ്കാരം. പതിവ് പോലെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് 1%-ലേറെ ഇടിഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം മാർക്കറ്റ് ഇതുവരെ 4.5%, അതായത് നിഫ്റ്റി 1150 പോയിൻ്റാണ് ഇടിഞ്ഞത്. ഇനി 2026 മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 2026 പീക്ക് ഹൈയിൽ നിന്നും മാർക്കറ്റ് ഇപ്പോൾ 9% ഡിസ്കൗണ്ടിലാണ്. 26,335 നിന്നും 24,000 ഏകദേശം 2,325 പോയിൻറ്റിൻ്റെ ഇടിവാണ് കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത്. അതിൽ തന്നെ 4.5% ഇടിവ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ്. IT, FMCG ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളിലും ഹെവി സെല്ലിംഗ് വരികയും ക്രൂഡ് സെൻസിറ്റീവ് സെക്ടറായ പെയിൻറ്റ്, ഏവിയേഷൻ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഷാർപ്പ് മെൽഡൗൺ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, മറിച്ച് ഏഷ്യൻ മാർക്കറ്റിലുടനീളം പ്രകടമാണ്. ഏഷ്യൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും അണ്ടർ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ക്രൂഡിൻ്റെ പ്രൊഡക്ഷനിലുണ്ടായ കുറവും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഷിപ്പിംഗ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതുമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഫാക്റ്റുകളൊക്കെ ഒരു ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗണിലേക്ക് നയിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കൺസേണും ഇപ്പോൾ മാർക്കറ്റിൽ ഉയർന്നു വരുന്നുണ്ട്. പല പ്രധാന ഇൻഡെക്സുകളിലും വലിയ രീതിയിലുള്ള കറക്ഷൻ വന്നു കഴിഞ്ഞു. സൗത്ത് കൊറിയ, തൈവാൻ തുടങ്ങിയ ഇൻഡെക്സുകളൊക്കെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ആയിട്ടുള്ള കറക്ഷനാണ് നേരിട്ടത്. ഇവിടെ ക്രൂഡിൻ്റെ പ്രൈസിൽ ഒരു റിക്കവറി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാറാതെ വരില്ല എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തുടരുകയാണെങ്കിൽ ക്രൂഡിൻ്റെ വില ഇനിയും ഉയരാനും മാർക്കറ്റ് ഗ്രാജ്വലി 23,000, 22,250 തുടങ്ങിയ സോണുകളിലേക്ക് ഇടിയാനും സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. നാളെയും ഇന്ത്യൻ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്നത്തെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം 1%-ലേറെ ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഡോ ജോൺസ് 1.2%, S&P 1%-ലേറെയും ഇടിഞ്ഞു. അമേരിക്കൻ മാർക്കറ്റ് മോശം പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം ബ്രെൻറ്റ് ക്രൂഡിൻ്റെ വില $119 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നത് മൂലമാണ്. ബ്രെൻറ്റ് ക്രൂഡിൻ്റെ വില ഉയരുന്നത് സിവിയർ ഇൻഫ്ലേഷന് വഴി തെളിയിച്ചേക്കുമെന്ന് പല അനലിസ്റ്റുകളും വാർണിംഗ് നൽകുകയും ചെയ്തു. ക്രൂഡിൻ്റെ വില ദീർഘകാലം ഇത്രയും ഉയർന്ന ലെവലിൽ തുടരുന്നത് മാർക്കറ്റിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലുമൊക്കെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കുമെന്നുള്ള വാർണിംഗും അനലിസ്റ്റുകൾ നൽകുന്നുണ്ട്. വെള്ളിയാഴ്ചയിലെ ദിവസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് മാത്രം ക്രൂഡിൻ്റെ വിലയിൽ 10%-അടുത്തുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നത് മൂലം ചില സെക്ടറിലെ സ്റ്റോക്കുകളിൽ, അതായത് അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ചില സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാകുന്നുണ്ട്. ട്രാവൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമാകുമ്പോൾ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബാങ്കിങ് ആൻഡ് ടൂറിസം സെക്ടറിലെ സ്റ്റോക്കുകളിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്.